ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീറേ പ്രോക്സി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്താണ് വീറേ പ്രോക്സി എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ വീറേ പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വർക്കിംഗ് സീനിൽ ഒരുപാട് പോളിഗൺസും കാര്യങ്ങളൊക്കെ ഒരുപാട് മെഷ് കാര്യങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സീനിൻ്റെ ലോഡ് കൂടും. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സീനിൻ്റെ ലോഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീറയിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് വീറേ പ്രോക്സി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും കൂടെ പറയാം. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് വ്യൂ പോർട്ട് പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒറിജിനൽ മെഷിനെ പ്രോക്സി മെഷ് ഉപയോഗിക്കുമ്പോൾ നമുക്കെന്താവും, ബേസിക്കലി ആ വ്യൂ പോർട്ടിൻ്റെ വർക്കിംഗ് ലോഡ് കൂടും. അപ്പോൾ ഒന്നുകൂടി തെളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മെഷുള്ള ഒരു ഫയലാണെങ്കിൽ അതിലെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട്, വലിയൊരു ഫയലാണെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ആ മൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒന്നിങ്ങനെ മൂവായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ വ്യൂ പോർട്ടിൽ വരുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിനെ നമ്മുടെ വ്യൂവിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വ്യൂവിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പതുക്കെ അതിങ്ങനെ നമ്മളെ വ്യൂ പോർട്ടിന് ലോഡ് കൂടുന്നതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ വീറേ പ്രോക്സി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇനി രണ്ടാമതായിട്ട് റാമിൻ്റെ യൂസേജ് നമ്മളൊരു ലാർജ് ഫയലിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ വലിയൊരു ഫയൽ നമ്മളൊരു ഫ്ലാറ്റിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബിൽഡിങ്സിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഫയലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മെമ്മറി മാനേജ്മെൻറ്റ് നമുക്ക് എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ഫാക്ട് തന്നെയാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെമ്മറി ഫെയിലിയർ ആയിട്ട് പെട്ടെന്ന് അത് ക്ലോസ് ആയി പോവും. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. കാരണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മെമ്മറി ലോഡ് കൂടിയിട്ട് ആ മാക്സ് ക്ലോസ് ആയി, ഒരു എറർ മെസ്സേജ് വന്നിട്ട് ക്ലോസ് ആയി പോകുന്ന അങ്ങനത്തെ പല വിഷയങ്ങളുണ്ടാവും. അത് നമുക്ക് ഈ റാമിൻ്റെ പെർഫോമൻസ് ശരിയല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ വർക്കിൽ സീനിൽ ലോഡ് കൂടുന്നതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഇനി മൂന്നാമതായിട്ട് റെൻഡർ ഫാസ്റ്റർ എന്ന് വെച്ചാൽ നമ്മളൊരു വീറേ പ്രോക്സി ഉണ്ടെങ്കിൽ ഒരുപാട് ഒരു ഒബ്ജക്റ്റിൻ്റെ തന്നെ ഒരുപാട് കോപ്പികൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒറിജിനൽ മെഷ് ഉപയോഗിക്കുന്നതിനേക്കാളും ഈ സെയിം സംഭവം തന്നെ നമ്മൾ വീറേ പ്രോക്സി ആയിക്കഴിഞ്ഞാലും ആ മെഷിനെ അതുപോലെ തന്നെ നമുക്ക് കാണാനൊക്കെ പറ്റും. പക്ഷേ സീനിൻ്റെ ലോഡ് കുറയും. അത് നമ്മൾ വീറേ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ആ വർക്കിങ്ങിൻ്റെ ഫ്ലോയിലും പിന്നെ അതുപോലെ റെൻഡർ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സ്പീഡിലും നമുക്ക് അതിൻ്റെ മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. ഇനി എങ്ങനെയാണ് നമുക്ക് ആ വീറേ പ്രോക്സി, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സീനിലുള്ളൊരു മെഷിനെ വീറേ പ്രോക്സി ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് നമുക്കിനി ഒന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു സീന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കർട്ടൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീൻ തന്നെയാണിത്. ഇനി ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സീനിൽ ഞാൻ ഓക്കെ ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് ഞാൻ വീറേ പ്രോക്സി ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഐസൊലേറ്റ് ചെയ്യുകയാണ് ആദ്യം. ഐസൊലേറ്റ് ചെയ്യേണ്ട ഷോർട്ട് കീ എന്ന് പറയുന്നത് ഓൾട്ട് ക്യൂ ആണ്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, ഓൾട്ട് ക്യൂ പ്രസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. നമുക്ക് വീറേ പ്രോക്സി ആക്കേണ്ട ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു ട്രീയോ എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ഞാൻ ഗ്രൂപ്പാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടാകുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീറേ പ്രോക്സി ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിനെല്ലാം അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിനെ ഒറ്റ ഒരു പോളി ഫയലായിട്ടോ അല്ലെങ്കിൽ മെഷ് ഫയലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ അൺഗ്രൂപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല, എല്ലാം അൺഗ്രൂപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഫുള്ളായിട്ട് അൺഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം വേറെ വേറെ ഒബ്ജക്ട്സ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ മെഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനെല്ലാം എഡിറ്റബിൾ മെഷായിട്ട് എനിക്ക് കിട്ടണം. ഓക്കെ, എഡിറ്റബിൾ മെഷായി. ഇപ്പോൾ എല്ലാം സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം എഡിറ്റബിൾ മെഷാണ് ഉണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് മെഷിൻ്റെ റോൾ ഔട്ടിൽ താഴെ വന്നു കഴിഞ്ഞാൽ
അറ്റാച്ച് ലിസ്റ്റ് എന്നുണ്ടാവും. അറ്റാച്ച് എന്നുണ്ടാവും നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റാച്ച് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വ്യൂ പോർട്ടിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഇത്ര ഒബ്ജക്ട്സ് ഇതിലുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഐസൊലേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഒബ്ജക്ട്സ് നമുക്ക് ഈ വ്യൂ പോർട്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിനെല്ലാം എനിക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഫുള്ള് സെലക്ട് ചെയ്യുക, എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അറ്റാച്ച് ഓപ്ഷൻസിൽ വരുന്നുണ്ട്. അതിൽ ഡീഫോൾട്ടായിട്ട് ഫസ്റ്റത്തേതിലേക്കും ടിക്ക് ആയിട്ടുണ്ടാവുക. ജസ്റ്റ് അത് ടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതെന്തായി, എല്ലാം കൂടെ ഒരു ഒബ്ജക്റ്റായി. എഡിറ്റബിൾ മെഷ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ടാവും, വീറെ മെഷ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീറെ മെഷ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് വരും. ആ ബോക്സിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോൾഡർ, നമ്മൾ ഇത് എവിടെയാണോ സേവ് ആവേണ്ടതെന്നുള്ള ഫോൾഡർ നമുക്ക് ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഡോക്യുമെൻറ്റ്സിൽ 3ds Maxന്റെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഉണ്ടാവുക. ഞാനത് മാറ്റുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഫ്ലവർ വൈസ് എന്നുള്ള ഒരു പേര് കൊടുത്തു. അത് .vir mesh എന്നുള്ള വീറെ മെഷ് എന്നുള്ള എക്സ്റ്റൻഷനിലാണ് ഉണ്ടാവുക. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടിക്ക് ഓൺ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് പ്രോക്സീസ് എന്ന് പറഞ്ഞ ടിക്ക് ഓൺ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി വീറെ പ്രോക്സി ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ വീറെ പ്രോക്സി എന്നുള്ള ആ ടിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു ഒബ്ജക്റ്റ് ആയത് കാരണം പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വീറെ പ്രോക്സി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഉണ്ടാവുക. വീറെ പ്രോക്സി, പിന്നെ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പറ്റില്ല, വീറെ പ്രോക്സി ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മെഷ് ഫയൽ നമ്മൾ എവിടെയാണോ സേവ് ചെയ്ത ഫയൽ ഇവിടെ കാണിക്കും. ഇനി ഇതിനെ നമുക്ക് വ്യൂ പോർട്ടിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. അതിൽ ആദ്യത്തെ ബൗണ്ടിങ് ബോക്സ്. ഓക്കെ, ബൗണ്ടിങ് ബോക്സ് അതിന് റെൻഡർ ചെയ്ത് നമുക്കൊരു ബോക്സ് ആയിട്ടായിരിക്കും ഇതിനെ കാണാൻ പറ്റുക. അപ്പോൾ ഞാനിതിനെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതേപോലെ നമുക്ക് റെൻഡറിങ്ങിൽ ആ ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ വ്യൂ പോർട്ടിൽ അതൊരു ബോക്സ് പോലെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷനാണ് പ്രിവ്യൂ ഫ്രം ഫയൽ എഡ്ജസ്. ജസ്റ്റ് അതിൻ്റെ എഡ്ജസ് മാത്രമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേപോലെ എഡ്ജസ് മാത്രമായിരിക്കും കാണാൻ പറ്റുക നമുക്ക്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് പ്രിവ്യൂ ഫ്രം ഫയൽ ഫേസസ് ആയിട്ടുണ്ടോ. ഓക്കെ, ഫേസസ് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ലീഫ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റെൻഡർ ചെയ്ത് കഴിഞ്ഞാലും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സെയിം റെൻഡറിങ്ങിൽ നമുക്കിവിടെ വ്യൂ പോർട്ടിൽ കാണുന്നുണ്ട് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലേ, വേസിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പോളിഗൺസ് ചെറുതായിട്ട് മാറിയിട്ടൊരു സ്മൂത്ത് അല്ലാത്ത രീതിയിലായി മാറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെൻഡറിങ്ങിൽ ആ മാറ്റങ്ങളൊന്നും കാണില്ല, സ്മൂത്തായിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് വ്യൂ പോർട്ടിൽ കാണുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ റെൻഡറിങ്ങിൻ്റെ സമയത്ത് അതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി ഒരു പോയിൻ്റായിട്ട് നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി വിസിബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു വ്യൂ പോർട്ടിൽ നമുക്ക് നോക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഒരു പോയിൻ്റ് മാത്രമായിട്ടേക്കും ഉണ്ടാവുക. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ നാലാമത്തെ ഓപ്ഷനാണ് ഷോ ഓൾ മെഷ്. ഒരു മെഷായിട്ട് തന്നെ നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ മുന്നേ ചെയ്ത ഒരു മെഷായിട്ട് തന്നെ അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോ ഓൾ മെഷ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണോ ഡിസ്പ്ലേയിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചില ഇമേജിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബൗണ്ടിങ് ബോക്സ് കുറേ ബോക്സുകളായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു എഡ്ജുകളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റിസൾട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് റെൻഡറിങ്ങിൽ കറക്റ്റായിട്ട് വരും. പക്ഷേ വ്യൂ പോർട്ടിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീറെ പ്രോക്സി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ചാനലിയർ ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ക്ലാസിക്കൽ സീനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചാനലിയറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ആ ചാനലിയറിന് കുറേ ഗ്ലാസും ഒരുപാട് പോളിഗൺസ് അതിലുണ്ടാവും. ഇനി ആ ചാനലിയറിന് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ചാനലിയറിനെ വീറെ പ്രോക്സി ആക്കിയതിന് ശേഷം അതിൻ്റെ കോപ്പി എടുക്കുക. ഇങ്ങനെ ഒരുപാട് കോപ്പികൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മളൊരു സീനിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് എടുക്കുക, അതാണ് നല്ലത്. എത്ര വേണമെങ്കിലും നമുക്ക് പറ്റും. പക്ഷേ നമ്മളെ വ്യൂ പോർട്ടിൽ ലോഡ് കൂടില്ല, റെൻഡറിങ്ങും അതിനനുസരിച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് വേണ്ടത്
വ്യൂ പോർട്ടിൽ കാണുക എന്നുള്ളതല്ല, നമ്മൾ ഓൾറെഡി എഡിറ്റിംഗ് ഫുള്ള് കഴിഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു മെഷ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ സീനിലേക്ക് കൊണ്ടുവന്നിട്ടു. അതിൻ്റെ ഒരുപാട് കോപ്പീസ് നമുക്ക് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീനിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരുപാട് ട്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നതിന് ഒരു എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സംഭവം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം പിന്നെ നമ്മൾ ആനിമേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതെല്ലാം കുറച്ച് റിസ്ക്കായി വരും. അപ്പോൾ നമ്മൾ മെഷ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് മെഷാക്കി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേറെ പ്രോക്സി ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ഫ്ലോ എളുപ്പമാവും. അപ്പോൾ ഇതാണ് വേറെ പ്രോക്സി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.